കോഴിക്കോട് കോട്ടൂളി CPM ബ്രാഞ്ചിലെ അനുഭാവി യോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയ നടപടി റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് കയ്യാങ്കളി ഉണ്ടായത്. ഭൂമി തരം മാറ്റാൻ പ്രമോദ് 10 ലക്ഷം വാങ്ങിയെന്നും യോഗത്തിൽ ആരോപണം ഉയർന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗോകുൽ, പ്രമോദ് കോട്ടൂളി വിഷയത്തിൽ വീണ്ടും CPM-നിടയിൽ പൊട്ടിത്തെറി രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ പാർട്ടി സെക്രട്ടറി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരക്കാരെ സംസ്കരിക്കണം, ഇത്തരക്കാർ കമ്മ്യൂണിസ്റ്റുകളാകാൻ ആയിട്ടില്ല, അല്ലെങ്കിൽ അവർ ഇനിയും പാകപ്പെടേണ്ടതുണ്ട് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോഴും ഇതിനുള്ളിലെ പ്രശ്നം അല്ലെങ്കിൽ പ്രമോദിനെ പുറത്താക്കാനുള്ള വിഷയം അത് നിങ്ങളോട് പങ്കുവെക്കേണ്ട കാര്യമില്ല, പാർട്ടിക്കുള്ളിലെ പ്രശ്നമാണ് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദേവിക, ഈ പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടിയുടെ CPM-ന്റെ ബ്രാഞ്ചുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ CPM കോഴിക്കോട് ടൗൺ ഏരിയകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ഇന്നലെ കോട്ടൂളിയിൽ നടന്നു. കോട്ടൂളി ബ്രാഞ്ച് അനുഭാവി സംയുക്ത യോഗത്തിലായിരുന്നു ഇത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് നടന്നത്. ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള വ്യക്തി പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുണ്ടായ കാര്യങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോഴായിരുന്നു അതിനെ എതിർത്തുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരികയും അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കാനിടയായ കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന സമയത്ത് ഭൂമി ഒരു വ്യക്തിയുടെ, അതായത് PSC കോഴ ആരോപണത്തിൽ പരാതിക്കാരനാണ് എന്ന് പറയപ്പെട്ടിരുന്ന ശ്രീജിത്തിന്റെ ഭൂമി തരം മാറ്റുന്നതിന് ആവശ്യമായി 10 ലക്ഷം രൂപ പ്രമോദ് കൈക്കൂലിയായി കോഴയായി ആവശ്യപ്പെട്ടിരുന്നു. അത് പാർട്ടിയുടെ താല്പര്യത്തിന് കളങ്കമുണ്ടാക്കി. അതിനാലാണ് പാർട്ടിയിൽ നിന്ന് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കുന്നത് എന്ന കാര്യം ഈ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള വ്യക്തി കോട്ടൂളി ബ്രാഞ്ച് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് അതിനെ എതിർത്തുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഗിരീഷ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് അംഗം ഈ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ റിപ്പോർട്ടിനെ എതിർത്തു. ഈ പ്രമോദ് ഇത്തരത്തിൽ ഭൂമി തരമാറ്റാൻ പണം ആവശ്യപ്പെട്ടിട്ടില്ല, അത് തനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഭൂമി തരമാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി താനുമായിട്ടാണ് ബന്ധപ്പെട്ടത് എന്ന് ഗിരീഷ് പറയുന്നു. താൻ പറഞ്ഞ പ്രകാരമാണ് പ്രമോദ് കോട്ടൂളി ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഈ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ പണം തരാമെന്ന വാഗ്ദാനം ഈ ശ്രീജിത്ത് മുന്നോട്ടേക്ക് വെച്ച സമയത്ത് പ്രമോദ് കോട്ടൂളി അത് നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. തന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിലാണ് പ്രമോദ് കോട്ടൂളി ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്ന് പറയുന്നു. മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ PSC കോഴ ആരോപണം എന്ന വിഷയം പാർട്ടിക്കകത്ത് ഉയർന്നു വന്നില്ല, അത്തരത്തിലൊരു ചർച്ച പാർട്ടിയുടെ CPM-ന്റെ മുന്നിൽ വന്നില്ല എന്ന് പറയുമ്പോഴും ഇന്നലെ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കാനിടയായ സാഹചര്യത്തെ കുറിച്ച് പരാമർശിച്ച സമയത്ത് അതിൽ PSC കോഴ വിവാദവും ഉയർന്നു വന്നതായിട്ട് ഗിരീഷ് ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അതായത് PSC കോഴ ആരോപണത്തിൽ പ്രമോദ് കോട്ടൂളി ഇടപെട്ടിരുന്നു എന്നൊരു കാര്യം കൂടി ഈ ബ്രാഞ്ച് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ തുടർന്നാണ്, ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഗിരീഷ് ഉൾപ്പെടെയുള്ള ആളുകളെ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ കയ്യാങ്കളി നടത്തുകയും അവരെ യോഗത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് പിന്നീട് പുറത്താവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും PSC കോഴ ആരോപണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കത്തി നിൽക്കുമ്പോഴാണ് ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ കൂടി പ്രമോദ് കോട്ടൂളി ഇടപെട്ടിട്ടുണ്ട് എന്നും അതിന്റെ പേരിലാണ് CPM-ൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടി എടുത്തത് എന്നും ബ്രാഞ്ച് കമ്മിറ്റി പ്രമോദ് കോട്ടൂളി അംഗമായിട്ടുള്ള ബ്രാഞ്ചിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അതിനെതിരെ ഒരു വിഭാഗം പ്രമോദിന് അനുകൂലിച്ചുകൊണ്ട് ഈ ഭൂമി തരമാറ്റൽ വിഷയവുമായി ബന്ധപ്പെട്ട പ്രമോദ് കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്ന 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പാഠ്യബദ്ധമാണ്, തെറ്റാണ്, അത്തരത്തിലൊരു സംഗതി ഉണ്ടായിട്ടില്ല, തനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗവും രംഗത്ത് വന്നിരിക്കുന്നത്. CPM-നകത്തെ വിഭാഗീയത കോട്ടൂളിലെയും ഓരോ ബ്രാഞ്ച് കമ്മിറ്റിയിലും ഓരോ ബ്രാഞ്ച് യോഗങ്ങളിലും ഓരോ ദിവസവും പുറത്തു വരുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദേവിക. ശരി ഗോകുൽ, കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ പങ്കുവച്ചു.